കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഞാൻ നിനക്ക് അമ്മായിയാണെങ്കിൽ കൂടി സ്വന്തം അമ്മയെ പോലെ നോക്കാം മോളെ. എന്റെ മകൻ അർജുനെ നിനക്ക് ഇഷ്ടമല്ലേ മോളെ? അർജുൻ എനിക്ക് മകൻ മാത്രമല്ല, അവനാണ് എന്റെ എല്ലാ പ്രതീക്ഷയും. ജീവിതം മുഴുവൻ നിന്നെ സന്തോഷമായും മറ്റ് ബുദ്ധിമുട്ടുകൾ ഒന്നും ഉണ്ടാവാതെ പൊന്നുപോലെ നിന്നെ നോക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. നീ അവനെ കല്യാണം കഴിക്കില്ലേ മോളെ? അമ്മേ, വർഷങ്ങൾക്ക് മുമ്പ് ഒരു മരണത്തിലൂടെയാണ് നമ്മൾ വേർപിരിഞ്ഞത്. ഇപ്പൊ ഒരു കല്യാണത്തിലൂടെ നമ്മുടെ കുടുംബം ഒന്നാവാൻ പോവുക അമ്മേ. അർജുനെയും ഭവാനിയെയും നമുക്ക് കല്യാണം കഴിപ്പിക്കാം അമ്മേ. ഇത്രയും നേരം നമ്മൾ അനുഭവിച്ച വേദനയൊക്കെ സന്തോഷമായി മാറിയെങ്കിൽ, നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ സന്തോഷമായി മാറണമെങ്കിൽ അതിനിവരുടെ കല്യാണം നടത്തി വെക്കണം. കല്യാണം നടത്താം. ചതി പ്രയോഗിക്കുന്നതിന് വേണ്ടി ശത്രുക്കളെല്ലാം ഇപ്പോഴും അവസരം നോക്കി കാത്തിരിക്കുകയായിരിക്കും. അതുപോലുള്ള ആളുകൾക്ക് അവസരം കൊടുക്കാതിരിക്കണമെങ്കിൽ മറ്റൊരു കാര്യവും ആലോചിക്കാതെ എത്രയും പെട്ടെന്ന് ഇവർ രണ്ടുപേരുടെയും നിശ്ചയം നടത്തണം. അങ്ങനെ തന്നെ ചെയ്യാമേ. അമ്മേ, അമ്മേ, അമ്മ, അമ്മേ, 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 അമ്മേ. എന്തിനാടാ കിടന്ന് ബഹളം വയ്ക്കുന്നത്? എന്ത് സംഭവിച്ചു? അമ്മേ, എനിക്കിന്ന് വലിയൊരു പണി കിട്ടി അമ്മേ. ആ ജാൻവി എന്നെ ചതിച്ചമ്മേ. എന്താ നടന്നതെന്ന് നീ തുറന്നു പറയൂ. എന്റെ മോനെ കൊണ്ട് ഭവാനിയെ കല്യാണം കഴിപ്പിക്കാന്ന് ഞാൻ എത്ര നാളായിട്ട് വിചാരിച്ചോണ്ടിരിക്കുന്ന അറിയോ? അത് അമ്മയ്ക്കും അറിയാന്നുള്ള കാര്യമല്ലേ അമ്മേ? അറിയാം. ഭവാനിയെ കൊണ്ട് എന്റെ മോനെ കെട്ടിക്കാൻ വേണ്ടി എന്നെ സഹായിക്കാന്ന് ജാൻവി പറഞ്ഞത് അമ്മയുടെ മുമ്പ് വെച്ചല്ലേ അമ്മേ? പറഞ്ഞിരുന്നു. ഇപ്പൊ ഭവാനി അവളെ അനിയനെ കൊണ്ട് കെട്ടിക്കാൻ പോവോ അമ്മേ? ഇവളെ കല്യാണം കഴിക്കുന്നെങ്കിൽ അതെന്റെ അനിയൻ തന്നെ ആയിരിക്കും. വേറെ ആരും ഭവാനിയെ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കുമെന്ന് കരുതണ്ട. ഭവാനിയുടെ എന്റെ മോന്റെയും കല്യാണം നടത്തി തരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മാറ്റി സംസാരിക്കുന്നു. നീ എന്നെ ചതിക്കായിരുന്നല്ലേ? നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി സ്വന്തം അളിയനെ കൊന്നയാളാ നിങ്ങള്. നാളെ നിങ്ങള് എനിക്ക് ദ്രോഹം ചെയ്യില്ലെന്ന് എന്താ ഗ്യാരണ്ടി? അതുകൊണ്ടാ ഞാൻ എന്റെ ഡിസിഷൻ മാറ്റിയത്. അങ്ങനെയാണോ? അതെ അമ്മേ, സഹായിക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ ഞാൻ ആരെയും വിശ്വസിക്കില്ലെന്ന് എന്നോട് പറയുന്നമ്മേ. അമ്മയുടെ മന്ത്രശക്തി കൊണ്ട് എനിക്ക് ന്യായം കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അമ്മേ. ആദ്യം മുതൽ ഞാൻ അമ്മയല്ലേ അമ്മയെ വിശ്വസിക്കുന്നത്. അമ്മ പറഞ്ഞതെല്ലാം ഞാൻ ചെയ്തില്ലേ. പക്ഷെ ഇടയ്ക്ക് കയറി വന്ന ആ ജാൻവി ഇത്രയും ദ്രോഹം ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല അമ്മേ. ഇന്നവൾ എന്നോട് ഇങ്ങനെ കാണിച്ചെങ്കിൽ നാളെ അമ്മയോട് ഇങ്ങനെ കാണിക്കണമെന്ന് ആര് കണ്ടമ്മേ? ആ ജാൻവി ഉണ്ടല്ലോ, അവളുടെ സ്വന്തം കാര്യം കാണാൻ വേണ്ടി അവൾ എന്ത് ചെയ്യുകയും ചെയ്യും, ഏതറ്റം വരെ പോവെന്ന് എനിക്കിപ്പോ മനസ്സിലായമേ. ഇപ്പൊ എന്നെ ദ്രോഹിച്ചവള് നാളെ അമ്മയ്ക്കും എന്തെങ്കിലും ദ്രോഹം ചെയ്ത അമ്മ എന്തിനു വേണ്ടിയാണോ ഇത്രയും നാള് ഇത്രയധികം കഷ്ടപ്പെട്ടത് അത് അമ്മയ്ക്ക് കിട്ടാതെ പോവുമല്ലോ എന്ന് ആലോചിക്കുമ്പോ എനിക്ക് വിഷമുണ്ടോ?
ജാൻവി അവൾ അനിയനും ഇടക്കേറി വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പൊ കല്യാണം കഴിഞ്ഞനെ. കല്യാണം മുടങ്ങിയത് മാത്രമല്ല അമ്മേ, ആ വീട്ടിൽ നിന്ന് തന്നെ അടിച്ച് പുറത്താക്കുകയും ചെയ്തമ്മേ. ഞാൻ വിശ്വസിച്ചവൾ എന്നെ ചതിച്ചമ്മേ. നാളെ അമ്മയ്ക്കെതിരെ അവൾ എന്തെങ്കിലും ചെയ്യുമെന്നോ, ഇനി ആ ക്ഷേത്രകാര്യത്തിൽ അവൾ എന്താണ് ഇനി ചെയ്യാൻ പോകുന്നതെന്നോ അതാലോചിക്കുമ്പോ എനിക്ക് പേടിയാവുന്നമ്മേ. അമ്മയെ മാത്രമാണ് എനിക്ക് വിശ്വാസം. അമ്മേനെ രക്ഷിക്കണം അമ്മേ. നടുക്കടലിൽ നിൽക്കുന്ന എനിക്ക് ഒരു വഴി കാണിച്ചതാ അമ്മേ. അവളുടെ ബുദ്ധിസാമർഥ്യം നമ്മോട് കാണിക്കുവാനാണോ ഭാവം? ആ അതെ അമ്മേ. അവളൊരു അതിസാമർഥ്യക്കാരിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആരാണെന്നോ എന്റെ മന്ത്രശക്തി എന്താണെന്നോ അവൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ ആരാണെന്ന് ഇനി അവൾ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. അവൾ എന്ത് ചെയ്താലും അത് തടയാൻ നമുക്കാവില്ലെന്ന അവളുടെ വിചാരം. ആ ക്ഷേത്രത്തെ സംരക്ഷിക്കുന്ന നാഗങ്ങളെ തന്നെ അടിമകളാക്കി എന്റെ കാൽ കീഴിൽ വെച്ചിരിക്കുന്നു. അവൾക്ക് ശിക്ഷ കൊടുക്കുന്നതൊന്നും എന്നെ സംബന്ധിച്ചൊരു വിഷയമേ അല്ല. നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. അവളുടെ ആട്ടമെല്ലാം അവസാനിപ്പിച്ച് നിന്റെ മകനും ഭവാനിയുമായുള്ള വിവാഹം രഹസ്യമായി നടത്താനൊരു വഴി പറഞ്ഞു തരാം. വാ വാ, അടുത്ത് വരാൻ. വീരഭദ്ര, വീരഭദ്ര, വീരഭദ്ര. അമ്മ, അമ്മ ഇപ്പൊ പറഞ്ഞത് സത്യമാണോ അമ്മേ? ഞാൻ പറഞ്ഞത് സത്യം. സംഭവിച്ചത് അത് തന്നെ. ഇത് മതി അമ്മേ, ഇത് മതി. ആ ജാൻവിയുടെ കളി നിർത്തുന്നതിന് അമ്മ ഇപ്പൊ പറഞ്ഞ ഈ ഒരു ഒറ്റ കാര്യം മതി അമ്മേ. ഈ പ്രാവശ്യം എന്തായാലും എന്റെ മോനും ഭവാനിക്കും കല്യാണം നടക്കും. ഇനി ആര് വിചാരിച്ചാലും അത് മുടക്കാൻ പറ്റില്ല. പോയി കല്യാണം നടത്ത്. ശരി അമ്മേ. ഞാൻ വളരെ മോശപ്പെട്ട ആളാണെന്ന് കണ്ടപ്പോ എന്നോട് നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടോ? എന്നെ കൊത്തി കൊത്തി കൊല്ലണമെന്ന് വിചാരിച്ചത് കൊണ്ടാ എന്റെ അമ്മ നിങ്ങളെ അടിമയാക്കി വെച്ചിരിക്കുന്നത്. പാലും ചുരുട്ടി പണം പുലർത്തി നിൽക്കാന്നല്ലാതെ നിങ്ങളെ കൊണ്ട് ഒന്നിനും പറ്റില്ല മക്കളെ. എന്നെ കൊത്തിക്കൊല്ലാൻ വേണ്ടി മാത്രം ഉഗ്രവിഷമുള്ള പാമ്പുകളല്ല നിങ്ങളിപ്പോ. നിങ്ങളിപ്പോ അമ്മയുടെ ഗരുഡ ബന്ധനത്തിലാ ഉള്ളത്. നിങ്ങൾക്കിനി അതൊന്ന് വെളിയിൽ വരാനും പറ്റില്ല, എന്നെ ഒന്നും ചെയ്യാനും പറ്റില്ല. അപ്പൊ ഞാൻ പോയിട്ട് വരട്ടെ അമ്മേ. ഞാൻ വീരഭദ്രനോട് പറഞ്ഞ രഹസ്യം അറിഞ്ഞത് കൊണ്ട് എന്നോടിപ്പോ ദേഷ്യത്തിലാണോ? ശരി ശരി, നന്നായി ദേഷ്യപ്പെട്ടോളൂ. എന്നോട് എത്രമാത്രം ദേഷ്യപ്പെടുന്നോ അത്രയും നിങ്ങളുടെ ശക്തി കുറഞ്ഞുകൊണ്ടേയിരിക്കും. ദേഷ്യപ്പെട്ടോളൂ, ദേഷ്യപ്പെട്ടോളൂ. ബുജി, ബുജി,
ബുജി 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 നിന്നോട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കണം. ഒന്ന് വന്നേ. ബുജി ഡാ കാണാൻ പാടില്ലാത്ത എന്തെങ്കിലും കണ്ടോ? എന്താ കണ്ടേ? നിന്റെ മുത്തശ്ശൻ മരിച്ചുപോയതിന്റെ അന്ന് നീ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നല്ലോ. എന്തോ സംഭവിച്ചതുപോലെ നീ വീരഭദ്രനെയും എന്റെ ചേച്ചിയെ നീ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നല്ലോ. നീ അന്ന് എന്താ പറയാൻ വന്നത്? എടാ നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാനുണ്ട് കൂടെ. നീ പറഞ്ഞോ. ബാബുജി മുത്തശ്ശന്റെ ഫോട്ടോയും ചൂണ്ടിക്കാണിച്ച് നീ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നല്ലോ. മുത്തശ്ശന്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്തോ ഒന്ന് നിനക്കറിയാം, ശരിയല്ലേ? ബുജി നീ അന്ന് എന്തോ കണ്ട് പേടിച്ചോണ്ടാ ആ ഷോക്കില് നിന്റെ ശബ്ദം പോയി. അത്രയ്ക്ക് പേടിക്കുന്ന രീതിയിൽ നീ എന്താ കണ്ടത്? എടാ മുത്തശ്ശൻ എങ്ങനെ മരിച്ചു എന്നത് നീ പറഞ്ഞല്ലേ ഞങ്ങൾക്ക് അറിയാൻ പറ്റൂ. എന്ത് സംഭവിച്ചെന്ന് പറയണം. നിനക്കെന്തായാലും ഇപ്പോൾ ഒന്നും സംസാരിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. പക്ഷേ എന്താ സംഭവിച്ചെന്ന് നിനക്ക് പേപ്പറിലൊന്ന് എഴുതി കാണിച്ചു. അപ്പോഴല്ലേ എന്താ സംഭവിച്ചെന്ന് അറിയാൻ പറ്റൂ. ഒന്ന് എഴുതി കാണിക്കണം. നീ നിന്റെ മുത്തശ്ശനെ ഞാൻ കൊല്ലുന്നത് കണ്ടെന്ന കാര്യം എനിക്കറിയാം. ഈ കാര്യം നീ പുറത്ത് ആരോടെങ്കിലും പറഞ്ഞാൽ പിന്നെ നിന്റെ അമ്മയെയും മുത്തശ്ശിയെയും പച്ചിയെയും എല്ലാത്തിനും ഞാൻ തട്ടിക്കളയും. ബുജി ഞാൻ പോയി പേപ്പറും പേന എടുത്തിട്ട് വരട്ടെ. എന്താടാ ബുജി നീ എന്തിനെങ്ങനെ പേടിക്കുന്നേ? എടാ സത്യം പറയാൻ പാടില്ലെന്ന് ആരെങ്കിലും നിന്നോട് പറഞ്ഞായിരുന്നോ? ബുജി 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 ഇത്രയ്ക്ക് അങ്ങോട്ട് പേടിക്കുന്നുണ്ടെങ്കിൽ എന്തോ ഒരു കാര്യമുണ്ട്. എന്താ സംഭവിച്ചെന്നുള്ളത് അവന് മാത്രമേ അറിയൂ. അതൊന്നുമില്ലമ്മേ, അവനേതോ പാമ്പിനെ കണ്ട് പേടിച്ചതാ. നിങ്ങളാരും പേടിക്കണ്ട, ഞാൻ അവനോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. മോൻ എവിടെയാ പാമ്പിനെ കണ്ടത്? ബുജിയെ ഇനി വീരഭദ്രൻ ഭീഷണിപ്പെടുത്തി കാണൂ. അയാൾ ഇനി എന്തെങ്കിലും ചെയ്തു കാണോ? അങ്ങനെ അയാൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ ഇത്രയ്ക്ക് ഇവിടെ കിടന്ന് ഷോ കാണിക്കേണ്ട കാര്യമില്ല. അതെന്താന്ന് മനസ്സിലാവും. അമ്മേ, അമ്മയുടെ കോള് വന്നപ്പോ തന്നെ എന്തിനാ ഇത്ര പെട്ടെന്ന് നിശ്ചയത്തിന്റെ കാര്യം പറയുന്നേന്ന് വിചാരിച്ചു. എന്നാ ഇവിടെ വന്ന് എല്ലാം കണ്ടു ബോധ്യപ്പെട്ടപ്പോ എനിക്ക് മനസ്സിലായി എന്തിനാ അങ്ങനെ പറയുന്നതെന്ന്. നിശ്ചയത്തിന് മുഹൂർത്തം കുറിച്ചല്ലോ അമ്മേ, പിന്നെന്താ കല്യാണത്തിന് മുഹൂർത്തം കുറിക്കാത്തത്? അർജുന്റെയും ഭവാനിയുടെയും കല്യാണത്തെക്കുറിച്ച് സംസാരിക്കാൻ നിനക്ക് യാതൊരു അവകാശവും ഇല്ല. എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്റെ മകനും ഭവാനിയായിട്ടുള്ള കല്യാണം നടന്നില്ലെങ്കിലും എന്റെ ചേച്ചിയുടെ മകനുമായിട്ടല്ലേ അവളുടെ കല്യാണം നടക്കാൻ പോകുന്നത്. എന്റെ മകൻ ഇവളെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അർജുനും ഭവാനിയും തമ്മിൽ കല്യാണം കഴിച്ചാൽ അതിനേക്കാളും പൊരുത്തമായിരിക്കും അമ്മേ. ഇവര് രണ്ടുപേരും തമ്മില് പരസ്പരം ഒരുമിക്കാൻ വേണ്ടി ജനിച്ചവരെ പോലെ ഉണ്ട്.
എന്റെ ഭർത്താവിനെ പുറത്താക്കിയതുപോലെ എന്നെ ഇവിടുന്ന് പുറത്താക്കാതിരിക്കണമെങ്കിൽ ഞാൻ ഇതുപോലെയൊക്കെ സംസാരിച്ചേ മതിയാവും. തലയിലെഴുത്ത്. ഇതെല്ലാം ഭവാനിക്കുള്ളതാ അമ്മേ. ആഹാ, കൊള്ളാലോ. ആ ഇതെല്ലാം എന്തിനാ എന്റെ കയ്യിൽ തരുന്നത്? അളിയ. ഇതെല്ലാം കൊണ്ടുപോയി നീ തന്നെ ഭവാനിക്ക് കൊടുക്ക്. ശരി. നിങ്ങളുടെ എൻഗേജ്മെന്റിന് വേണ്ടി കുറച്ച് സാരീസ് വാങ്ങിച്ചിട്ടുണ്ട്. 4 സാരി എന്തിനാ? മോൾക്ക് ഏതാ ഇഷ്ടമെന്ന് ഞങ്ങൾക്ക് അറിയില്ലല്ലോ. ഇഷ്ടപ്പെടുന്നത് തന്നെ എടുത്തോ. ഡ്രസ് എങ്ങനെയുണ്ട് നോക്കണോ? സാരമില്ല, നാണിക്കേണ്ട മോളെ. പെൺകുട്ടികള് അവര് ധരിക്കുന്ന ഡ്രസ്സിന് എന്തുമാത്രം പ്രാധാന്യം കൊടുക്കുമെന്ന് എനിക്കറിയാം. നാളെ ഏത് സാരിയാ ഉടുക്കേണ്ടതെന്ന് നീ തന്നെ തീരുമാനിക്കേ. ശരി അപ്പച്ചി. ഞാൻ ഏട്ടന് കൊടുത്ത ചെയിനല്ലേ? ആ ചെയിൻ എങ്ങനെ ഇവിടെ വന്നത്? ആരാ കൊണ്ടുവച്ചത്? ജീവനോടെ ഇരിക്കുന്ന മനുഷ്യന്റെ ഫോട്ടോയില് ആരും പൂമാല ഇടാറില്ല. എന്നാൽ ജീവനോടെ ഇരിക്കുന്ന നിങ്ങളുടെ ഏട്ടന്റെ ഫോട്ടോയിൽ നിങ്ങൾ എന്തിനാ മാലയിട്ടത്? ഡെഡ് ബോഡി കണ്ടതുകൊണ്ട് നിങ്ങളുടെ ഏട്ടൻ മരിച്ചു പോയെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? നിങ്ങളുടെ ഏട്ടൻ മരിച്ചു പോയിട്ടില്ല, ഇപ്പോഴും ജീവനോടെ തന്നെയുണ്ട്. നിങ്ങളുടെ ഏട്ടന്റെ മൃതദേഹം അന്ന് നിങ്ങൾ ദഹിപ്പിച്ചതല്ലേ? അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഏട്ടൻ ജീവനോടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ വിശ്വസിക്കില്ല. എന്നാൽ നിങ്ങളുടെ ഏട്ടൻ ജീവനോടെയുണ്ട് എന്നതാണ് സത്യം. നിങ്ങൾ എന്നെ വന്ന് കണ്ടാൽ നിങ്ങളുടെ ഏട്ടനുള്ള സ്ഥലം ഞാൻ കാണിച്ചു തരാം. നിങ്ങളുടെ ഏട്ടനോട് സംസാരിക്കാനും അവസരമുണ്ടാക്കാം.
അതിനുശേഷം നിങ്ങളുടെ ഏട്ടൻ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം. ഹലോ, ആരാണ്? നിന്റെ ചേട്ടനെ പറ്റി നിനക്ക് അറിയണമെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ ഞാൻ പറയുന്നിടത്ത് നീ വരണം. നിനക്ക് വേണ്ടി ഞാൻ അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. ഏട്ടാ, ഈ കാര്യം നമ്മൾ രണ്ടുപേരും അല്ലാതെ വേറെ ആരും അറിയാൻ പാടില്ല. ഉടൻ തന്നെ ഞാൻ പറഞ്ഞിടത്തേക്ക് നീ വന്നിരിക്കണം. മനസ്സിലായല്ലോ?